ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നമ്മൾ പൊളിറ്റിയുടെ ചാപ്റ്റർ 8 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ബാലൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നോട്ട്സ് ആൻഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. UPSC CSCക്ക് വേണ്ടിയിട്ടുള്ള നോട്ട്സ് ആൻഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയാകും. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ കംപ്ലീറ്റ് നോട്ട്സ് കൊടുക്കുന്നത്. സോ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആർട്ടിക്കിൾ 16 വരെയായിരുന്നു പഠിച്ചത്. ഇനി ഈ വീഡിയോയിൽ എന്താണ്, ആർട്ടിക്കിൾ 17 തൊട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആർട്ടിക്കിൾ 17 എന്താണ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് ആർട്ടിക്കിൾ 17 വരുന്നത്. അതായത് അൺടച്ചബിലിറ്റിനെ എന്ത് ചെയ്തു, അൺടച്ചബിലിറ്റി മീൻസ് തൊട്ടുകൂടായ്മ. തൊട്ടുകൂടായ്മനെ എന്ത് ചെയ്തു, അബോളിഷ് ചെയ്ത ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഒരു ആക്ട് നിലവിൽ വന്നു. ഏതാണ്, അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955 നിലവിൽ വന്നു. അതിനുശേഷം അതിനെ നെയിം ചേഞ്ച് ചെയ്ത് എന്തെന്നാക്കി, സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് ആക്കി. ഇപ്പൊ അൺടച്ചബിലിറ്റിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലോ ഒരു ആക്ടിലോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ മൈസൂർ ഹൈക്കോർട്ട് എന്താണ് അൺടച്ചബിലിറ്റിനെ കുറിച്ച് പറഞ്ഞത്, അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഡെവലപ്പ് ചെയ്ത ഒരു സോഷ്യൽ ഡിസബിലിറ്റി ആണെന്നാണ് മൈസൂർ ഹൈക്കോർട്ട് അൺടച്ചബിലിറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ആർട്ടിക്കിൾ 17 പഠിക്കാനായിട്ട്. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് എന്താണ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. ഇനി ഇതിൽ പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരു ആക്ട് കൊണ്ടുവന്നു. അതേതാണ്, അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955. അതിനുശേഷം അതിന്റെ നെയിം ചേഞ്ച് ചെയ്തു, എന്തെന്നാക്കി, സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് ആക്കി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലോ ഒരു ആക്ടിലോ അൺടച്ചബിലിറ്റിയെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ മൈസൂർ ഹൈക്കോർട്ട് എന്തെന്നാണ് പറഞ്ഞത്, അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഡെവലപ്പ് ആയി വന്നിട്ടുള്ള ഒരു സോഷ്യൽ ഡിസബിലിറ്റി ആണ് അൺടച്ചബിലിറ്റി എന്നാണ് മൈസൂർ ഹൈക്കോർട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ആർട്ടിക്കിൾ നോക്കാം. അതാണ് ആർട്ടിക്കിൾ 18, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. എന്താണ് ഈ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് നോക്കാം. ഒരു പ്രത്യേക ടൈറ്റിൽ അല്ലെങ്കിൽ പദവികൾ പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇത്, ഈ ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഒരു പ്രത്യേക ടൈറ്റിൽ ആർക്കും ഉണ്ടാവാൻ പാടില്ല. എക്സ്പെക്ട് ആർക്ക് പറ്റും, മിലിറ്ററി ഓർ അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ അതിന് മാത്രം പറ്റും. അല്ലാണ്ട് വേറെ ഒരു പ്രത്യേക പദവി പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇത്, ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. മിലിറ്ററിയിലെ റാങ്ക്സ് ഒക്കെ എന്താണ്, നമ്മൾ കഷ്ടപ്പെട്ട് എയിം ചെയ്യുന്ന റാങ്ക്സ് ആണ്. സോ അതെന്താണ്, അത് ഈ ടൈറ്റിൽസിന്റെ കൂട്ടത്തില് കൂട്ടാനായിട്ട് പറ്റത്തില്ല. അതുപോലെ അക്കാദമിക് ഡിസ്റ്റിങ്ഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സോ ഇത് രണ്ടും എന്താണ്, നമ്മൾ കഷ്ടപ്പെട്ട് എയിം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ടൈറ്റിൽസിന്റെ കൂട്ടത്തില് പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, വേറൊരു രാജ്യത്താണെ പോലും ഇന്ത്യൻ സിറ്റിസണ് ഇതുപോലെ ഒരു ടൈറ്റില് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്, വേറൊരു രാജ്യത്താണേല് അതുപോലെ ഫോറിൻ കൺട്രീസിലായാലും ഇന്ത്യൻ സിറ്റിസൺ എന്താണ് ഇതുപോലെയുള്ള ഒരു ടൈറ്റില് എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ്, പ്രസൻസോ അല്ലെങ്കിൽ ക്യാഷ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. എങ്ങനെ, പ്രസിഡന്റിന്റെ കൺസെന്റോട് കൂടി അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും ഈ ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ടൈറ്റിൽസ് ആണ് റിമൂവ് ചെയ്തത്, ഈ മഹാരാജ, റായ് ബഹാദൂർ, റായ് സാഹേബ്, രാജ് ബഹാദൂർ, അങ്ങനെയുള്ള ടൈറ്റിൽസ് ആണ് റിമൂവ് ചെയ്തേക്കുന്നത്. ഈ രാജാവ് അങ്ങനെയുള്ള ടൈറ്റിലുകളാണ് ഇതിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ഇത് വരും, ഈ നാഷണൽ അവാർഡ്സ്, ഭാരത് രത്ന, പത്മഭൂഷൺ, ഇതൊക്കെ എന്താണ്, ടൈറ്റിൽസ് അല്ലേന്ന് ചോദിക്കും. പക്ഷെ ഇതും എന്താണ്, നമ്മൾക്ക് കിട്ടുന്ന അംഗീകാരമാണ്, നമ്മൾ ഏൺ ചെയ്യുന്ന അംഗീകാരമാണ്. സോ അതെന്താണ്, ഇതൊരു ടൈറ്റിൽ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഇതെന്താണ്, ആർട്ടിക്കിൾ 18ന്റെ വയലേഷൻ അല്ല. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 18 എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. എന്താണ്, ടൈറ്റിൽസ് അബോളിഷ് ചെയ്ത്, അതായത് ഒരു പെർട്ടിക്കുലർ ടൈറ്റിലോ അല്ലെങ്കിൽ പദവികളോ എന്താണ് ഇന്ത്യയിലുള്ള ആർക്കും പറ്റില്ല, ആർക്കും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇത്, ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എക്സ്പെക്ട് എന്താണ്, മിലിറ്ററി അല്ലെങ്കിൽ അക്കാദമിക് ഡിസ്റ്റിങ്ഷന് അവിടെ എന്താണ് ഈ ടൈറ്റില് പറ്റും, അവിടെ ഇത് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, പുറത്തൊരു രാജ്യത്ത് എന്നിട്ട് വേറൊരു രാജ്യത്തിൽ നിന്നും
ഇന്ത്യക്കാർക്ക് എന്താണ് ഇതുപോലെ ഒരു ടൈറ്റിൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് പ്രസിഡന്റിന്റെ കൺസെന്റോട് കൂടി അല്ലാണ്ട് ഇങ്ങനെ ഒരു ടൈറ്റിലോ പ്രസന്റോ ക്യാഷോ അങ്ങനെയൊന്നും വേറൊരു രാജ്യത്ത് നിന്നും ഇന്ത്യയിലുള്ള ഒരാൾക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് റൈറ്റ് ടു ഫ്രീഡം. അതേതാണ് ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം. ഇവിടെ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ് ടു ഫ്രീഡം ആണ് വരുന്നത് ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെ. ഇതിൽ ആദ്യത്തെയാണ് ആർട്ടിക്കിൾ 19. ഈ ആർട്ടിക്കിൾ 19 പ്രകാരം എന്താണ് 6 റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഏതൊക്കെയാണ് 6 റൈറ്റ്സ് എന്ന് നോക്കാം. റൈറ്റ് ടു ഫ്രീഡം ആണ് ആർട്ടിക്കിൾ 19. അതിലെ 6 റൈറ്റ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ള റൈറ്റ്. രണ്ടാമതായിട്ട് അസംബിൾ ചെയ്യാനുള്ള റൈറ്റ്. മൂന്നാമതായിട്ട് അസോസിയേഷനോ കോപ്പറേറ്റീവ് സൊസൈറ്റീസോ യൂണിയൻസോ ഒക്കെ ഫോം ചെയ്യാനുള്ള റൈറ്റ്. നാലാമത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്താണ് ഫ്രീലി മൂവ് ചെയ്യാനുള്ള റൈറ്റ്. അഞ്ചാമത് വരുന്ന ഏതാണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാൻ അതായത് സെറ്റിൽ ചെയ്യാനുള്ള റൈറ്റ്. ആറാമത് എന്താണ് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള റൈറ്റ്. ഏതൊരു ബിസിനസ്സോ ട്രേഡോ നമുക്ക് ഇഷ്ടമുള്ള എന്തൊരു ജോലിയും ചെയ്യാനുള്ള റൈറ്റ്. അങ്ങനെ 6 റൈറ്റ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ള റൈറ്റ്, അസംബിൾ ചെയ്യാനുള്ള റൈറ്റ്, അസോസിയേഷൻ ഫോം ചെയ്യാനുള്ള റൈറ്റ്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള റൈറ്റ്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കാനോ സെറ്റിൽ ചെയ്യാനുള്ള റൈറ്റ്, ഇഷ്ടമുള്ള ബിസിനസ് അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള റൈറ്റ്. ഇത്രയും റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 16 വഴി ആർട്ടിക്കിൾ 16 ഗ്യാരണ്ടി ചെയ്യുന്നത്. പിന്നെ എന്താണ് ഒറിജിനൽ ആയിട്ടാണെങ്കിൽ എന്താണ് 7 റൈറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1978 പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടിനെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ഒഴിവാക്കി, ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ആർട്ടിക്കിൾ 19 6 റൈറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, ഒറിജിനൽ ആയിട്ട് 7 റൈറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1978 പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടിനെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് എന്താണ് ഇപ്പോ 6 റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 19 ഗ്യാരണ്ടി ചെയ്യുന്നത്. ഈ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപഠിച്ച് വെക്കുക. ഇനി അതിലെ ഓരോ റൈറ്റ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇവിടെ എന്താണ് ഒരാളുടെ വ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയൻ, ബിലീഫ്, കൺവിക്ഷൻസ് എന്താണ് നമുക്ക് ഫ്രീലി നമുക്ക് പറയാൻ പറ്റും. പറയാനോ എഴുതി കാണിക്കാനോ പ്രിന്റ് ചെയ്യാനോ എല്ലാ അവകാശം ഉണ്ടെന്ന് പറയുന്നതാണ് ഏത് അവകാശം ഉണ്ടെന്ന് എവിടെ പറയുന്നുണ്ട്? ഈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട്? സുപ്രീം കോടതി പറഞ്ഞേക്കുന്ന എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളതെന്ന് നോക്കാം. റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് വൺസ് വ്യൂ. ഒരാളുടെ വ്യൂ എന്താണോ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഫ്രീഡം ഓഫ് പ്രസ് ഉണ്ട്. പിന്നെ എന്താണ് ഫ്രീഡം ഓഫ് കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റിനുള്ള ഫ്രീഡം ഉണ്ട്. റൈറ്റ് അഗൈൻസ്റ്റ് ടാപ്പിംഗ് ടെലിഫോണിക് കോൺവെർസേഷൻ. നമ്മുടെ ടെലിഫോണിക് കോൺവെർസേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ടാപ്പ് ചെയ്യുന്നതിന് അഗൈൻസ്റ്റ് ഉള്ള റൈറ്റ് ഉണ്ട്. പിന്നെ റൈറ്റ് ടു ടെലികാസ്റ്റ് ദാറ്റ് ഈസ് ഗവൺമെന്റ് ഹാസ് അതായത് എന്തെങ്കിലും ഇലക്ട്രോണിക് മീഡിയ വഴി എന്തെങ്കിലും നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ എന്തുണ്ട് ഗവൺമെന്റിന് ഒരു മൊണോപോളി കുത്തക പാടില്ല. കാരണം എന്താണ് നമുക്ക് ഫ്രീലി എന്ത് വേണേലും ടെലികാസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അല്ലെ ഗവൺമെന്റ് പറയുന്ന കാര്യം മാത്രമേ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. പിന്നെന്താണ് റൈറ്റ് അഗൈൻസ്റ്റ് ബന്ദ്. അതെന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഓർഗനൈസേഷൻ നടത്തുന്ന ആയിക്കോട്ടെ, റൈറ്റ് അഗൈൻസ്റ്റ് ബന്ദ് അതും നമുക്കുണ്ട്. പിന്നെന്താണ് റൈറ്റ് ടു നോ അബൌട്ട് ഗവൺമെന്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെന്താണ് ഫ്രീഡം ഓഫ് സൈലൻസ്. അതായത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് ഫ്രീഡം ഉള്ളതുപോലെ തന്നെ എന്തുണ്ട് സൈലൻസ് നമുക്ക് മിണ്ടാണ്ടിരിക്കാനുള്ള ഫ്രീഡവും ഉണ്ട്. പിന്നെ റൈറ്റ് അഗൈൻസ്റ്റ് പ്രീ സെൻസർഷിപ്പ് ഓൺ എ ന്യൂസ് പേപ്പർ അതിനുള്ള റൈറ്റും നമുക്കുണ്ട്. പിന്നെ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ പിക്കറ്റിങ്ങിനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ഫ്ലൈ ദ നാഷണൽ ഫ്ലാഗ് ഉണ്ട്. പിന്നെ ഏതാണ് റൈറ്റ് ടു ചൂസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് ദ സ്റ്റേജ് ഓഫ് പ്രൈമറി സ്കൂൾ. പിന്നെ എന്താണ് റൈറ്റ് ടു എക്സ്പ്രസ് ജെൻഡർ ഐഡന്റിറ്റി. നമ്മുടെ ജെൻഡർ ഐഡന്റിറ്റി ഏതാണോ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട്. പിന്നെ ഏതാണ് റൈറ്റ് ടു റിപ്ലൈ, റൈറ്റ് ടു പോസ്റ്റ് ഇൻഫോർമേഷൻ വീഡിയോസ് ഓൺ ദി ഇന്റർനെറ്റ്. സോഷ്യൽ മീഡിയ ഇന്റർനെറ്റിലോ സോഷ്യൽ മീഡിയയിലോ എന്താണ് നമുക്ക് ഇൻഫോർമേഷൻസോ വീഡിയോസോ ഒക്കെ പോസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെന്താണ് റൈറ്റ് ടു ആക്സസ് ടു ദ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. അപ്പൊ ഇത്രയും റൈറ്റ്സ് ഒക്കെയാണ് ഇവിടെ നമ്മുടെ ഹൈക്കോർട്ട് പറയുന്നത്. നമുക്ക് ഹെൽഡ് ചെയ്യാൻ സാധിക്കുന്ന റൈറ്റ്സ് ഇതൊക്കെയാണെന്നാണ് ഹൈക്കോർട്ട് പറയുന്നത്. പിന്നെ അപ്പൊ എന്തൊക്കെയാണ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വഴി പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ്സ് എന്ന് പഠിച്ചു. ഇനി അടുത്തതാണ് ഫ്രീഡം ഓഫ് അസംബ്ലി. രണ്ടാമത്തെ ഫ്രീഡം
ആദ്യം പഠിച്ചത് റൈറ്റ് അല്ല, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. ഇനി അടുത്തത് ഫ്രീഡം ഓഫ് അസംബ്ലി. എന്താണ്? എല്ലാ സിറ്റിസൺസിനും പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, അതായത് ആയുധങ്ങളൊന്നും ഇല്ലാണ്ട് പീസ്ഫുള്ളി എന്ത് ചെയ്യാനുള്ള, അസംബിൾ ചെയ്യാനുള്ള ഫ്രീഡം എവിടെയുണ്ട്? ഇന്ത്യയില് ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? റീസണബിൾ റെസ്ട്രിക്ഷൻസ് സ്റ്റേറ്റിന് ഈ ഫ്രീഡം ഓഫ് അസംബ്ലിയുടെ മേളിൽ ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റും. അതെന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി, ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി, ഈ ഒരു 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് എന്താണ്? റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നമ്മുടെ സ്റ്റേറ്റിന് ഈ ഫ്രീഡം ഓഫ് അസംബ്ലിയുടെ മേളിൽ ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും എന്താണ്? എല്ലാ സിറ്റിസൺസിനും വിത്തൗട്ട് ആംസ് പീസ്ഫുള്ളി, അതായത് ആയുധങ്ങളോട് കൂടി അല്ലാണ്ട് പീസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അസംബിൾ ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിൽ ഉണ്ട്. അടുത്തതാണ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ. എന്താണ്? എല്ലാ സിറ്റിസൺസിനും ഒരു അസോസിയേഷൻ ഫോം ചെയ്യാനുള്ള, അല്ലെങ്കിൽ യൂണിയനോ അസോസിയേഷനോ കോപ്പറേറ്റീവ് സൊസൈറ്റീസോ ഒക്കെ ഫോം ചെയ്യാനുള്ള അവകാശം എന്തുണ്ട്? ഇന്ത്യയിൽ ഉണ്ട്. ഇവിടെ എന്താണ്? റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് സ്റ്റേറ്റിന് ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓർത്തു വെക്കുക. ഇനി അടുത്തതാണ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. എന്താണ്? ഇന്ത്യക്കകത്ത് നമുക്ക് എവിടെ വേണേലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയുണ്ട്? നമുക്ക് ഉണ്ട്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കൊണ്ട് ഇവിടാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്? റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റിന് ഇമ്പോസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് റെസിഡൻസ്, നമ്മൾ എവിടെ വേണേലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. അത് ഫ്രീഡം ഓഫ് റെസിഡൻസിൽ വരുമ്പോൾ എന്താണ്? നമുക്ക് മൂവ് ചെയ്ത പോലെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ടെമ്പററി ആയിട്ട് വേണേലും സ്റ്റേ ചെയ്യാം, പെർമനന്റ് ആയിട്ട് വേണേലും സ്റ്റേ ചെയ്യാം. അതിനുള്ള അവകാശം എവിടെയുണ്ട്? ഈ ഫ്രീഡം ഓഫ് റെസിഡൻസ് നമുക്ക് തരുന്നുണ്ട്. ഈ എല്ലാ കേസിലും എന്താണ്? റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് ആർക്ക് പറ്റും? ഗവൺമെന്റിന് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നെക്സ്റ്റ് എന്താണ്? അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ആർട്ടിക്കിൾ 17 എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അത് പ്രകാരം ഒരു ആക്ട് കൊണ്ടുവന്നു. അതേതാണ്? അൺടച്ചബിലിറ്റി ഓഫൻസസ് ആക്ട് 1955. അതിനുശേഷം അതിന്റെ നെയിം ചേഞ്ച് ചെയ്തു. എന്തെന്നാക്കി? സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് ആക്കി. അൺടച്ചബിലിറ്റിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിലോ ഒരു ആക്ടിലോ ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്താണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നില്ല. പക്ഷെ മൈസൂർ ഹൈക്കോടതി അൺടച്ചബിലിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മൈസൂർ ഹൈക്കോടതി എന്താണെന്നാണ് പറഞ്ഞത്? ഹിസ്റ്റോറിക്കലി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സോഷ്യൽ ഡിസബിലിറ്റി ആണ് അൺടച്ചബിലിറ്റി എന്നാണ് മൈസൂർ ഹൈക്കോടതി പറഞ്ഞത്. പിന്നെ അടുത്തതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഈ രാജാവ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പദവി ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല എന്ന് പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എന്താണ്? മിലിറ്ററി അല്ലെങ്കിൽ അക്കാദമിക് ഡിസ്ട്രിക്ഷൻ ആണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം? അങ്ങനെ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഈ വേറെ ഒരു രാജ്യത്ത് പോയിട്ടാണെങ്കിലും എന്താണ്? ഇതുപോലെയുള്ള ഒരു പ്രത്യേക പദവി നമുക്ക് വെക്കാനായിട്ട് പറ്റുകയില്ല, സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആരുടെ? പ്രസിഡന്റിന്റെ കൺസെന്റോട് കൂടി അല്ലാണ്ട് ഒരു പ്രത്യേക പദവിയോ പ്രസന്റോ ക്യാഷ് പോലെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊന്നും നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 18 പ്രകാരം രാജ, മഹാരാജ, രാജ് ബഹാദൂർ, റായ് സാഹിബ് ഇങ്ങനെയുള്ള എല്ലാ ടൈറ്റിൽസും എന്ത് ചെയ്തിട്ടുണ്ട്? അബോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നാഷണൽ അവാർഡ്സ്, ഭാരത് രത്ന, പത്മഭൂഷൺ ഇതൊക്കെ എന്താണ്? നമ്മൾ ഏൺ ചെയ്യുന്നതാണ്, നമ്മൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതെന്താണ്? ഈ ടൈറ്റിൽസിന്റെ അണ്ടറിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ആർട്ടിക്കിൾ 18 വയലേഷനിൽ വരുന്ന കാര്യം അല്ല. അടുത്തതാണ് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 to 22 ആണ്. അതിനകത്ത് ആർട്ടിക്കിൾ 19 6 റൈറ്റ്സ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെ റൈറ്റ്സ് ആണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുള്ള റൈറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? അസംബ്ലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ഫോം അസോസിയേഷൻസ് ഫോം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ എവിടെ വേണേലും ഫ്രീലി മൂവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എവിടെ വേണേലും താമസിക്കാനോ സെറ്റിൽ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. പിന്നെ എന്താണ്? ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള റൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 6 റൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ ശരിക്കും എന്തായിരുന്നു? 7 റൈറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ 44th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1978 പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടിനെ ലീഗൽ റൈറ്റ് ആക്കിയത് കൊണ്ട് എന്താണ്? ഇപ്പൊ ആർട്ടിക്കിൾ 19 6 റൈറ്റ്സ് ആണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. പിന്നെ പഠിച്ചത് എന്താണ്? ഈ ഓരോ റൈറ്റ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ബാക്കി പാർട്ട് എന്താണ്? അടുത്ത വീഡിയോയിൽ പഠിക്കാം. വളരെ വലിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നോട്ട്സ് അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്ട്സിന്റെയും എന്താണ്? നോട്ട്സ് അവൈലബിൾ ആണ്, ഗൈഡൻസും അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താണ്, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.